കേരളത്തിൽ സൈബർ തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ട്രാഫിക് വയലേഷൻ നോട്ടീസ് എന്ന പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾക്കെതിരെ കേരള മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തുണ്ട്. പലരുടെയും വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് മലയാളത്തിലുള്ള ഒരു സന്ദേശം അതോടൊപ്പം പരിവാഹൻ എന്നൊരു APK ഫയൽ ലഭിക്കുന്നതായി പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ്. ഈ സന്ദേശം തുറക്കുകയോ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്താൽ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും പാസ്വേഡുകളും ഹാക്കർമാർക്ക് ചോർത്താൻ സാധിക്കുമെന്ന ഗുരുതരമായ സ്ഥിതിവിശേഷണമാണ് നിലവിലുള്ളതെന്ന് മോട്ടോർ വാഹന വകുപ്പ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളെ അറിയിച്ചു. മുമ്പ് ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളും തട്ടിപ്പുകളും കൂടുതൽ ഇംഗ്ലീഷിലായിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളത്തിൽ സന്ദേശങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ആ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യരുതെന്നും അധികൃതർ കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്രകാരം ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള പ്രധാന വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, പാസ്വേഡുകൾ എന്നിവയെല്ലാം ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കൈക്കലാക്കാൻ സാധിക്കും. ഇത് സാമ്പത്തിക നഷ്ടങ്ങൾക്കും വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗത്തിനും ഇടയാക്കും. കേരള മോട്ടോർ വാഹന വകുപ്പോ ട്രാഫിക് പോലീസോ സാധാരണഗതിയിൽ വാട്സാപ്പ് വഴി ചെല്ലാൻ വിവരങ്ങളോ നോട്ടീസുകളോ അയക്കാറില്ലെന്നതാണ് ഈ തട്ടിപ്പിലെ പ്രധാന ഒരു കാര്യം. നിലവിൽ ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട ചെല്ലാൻ വിവരങ്ങൾ ഈ ചെല്ലാൻ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ RC ബുക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയാണ് ലഭിക്കാറുള്ളത്. അതിനാൽ വാട്സാപ്പിൽ ലഭിക്കുന്ന ഇത്തരം സന്ദേശങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചെലാൻ കുടിശ്ശികയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ https://echallan.parivahan.gov.in സന്ദർശിക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റിൽ ചെക്ക് പെൻഡിംഗ് ട്രാൻസാക്ഷൻ എന്ന മെനുവിൽ നിങ്ങളുടെ വാഹനത്തിന് നമ്പറോ ചെലാൻ നമ്പറോ നൽകിയാൽ നിലവിലുള്ള ചെലാൻ വിവരങ്ങൾ കൃത്യമായും അറിയാൻ സാധിക്കും. ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രം വിവരങ്ങൾ ശേഖരിക്കുകയും സംശയകരമായ ലിങ്കുകളിലോ ഫയലുകളോ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്ക് ഇരയായി ആർക്കെങ്കിലും പണം നഷ്ടമാവുകയാണെങ്കിൽ ഒട്ടും വൈകാതെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് പരാതി നൽകാമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയിച്ചാൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടൊപ്പം സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഓരോ പൗരനും സൈബർ സുരക്ഷയെക്കുറിച്ച് ജാഗരൂകനായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപരിചിതമായ സന്ദേശങ്ങളോ ലിങ്കുകളോ ലഭിക്കുകയാണെങ്കിൽ അവയുടെ ആധികാരികത ഉറപ്പുവരുത്താതെ ഒരു കാരണവശാലും പ്രതികരിക്കരുത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങളെക്കുറിച്ചും തട്ടിപ്പുകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുകയും സുരക്ഷിതമായ സൈബർ ശീലങ്ങൾ വളർത്തുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ്.